ഹലോ മൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും വീട്ടൊക്കെ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളെന്ന് വന്നിട്ടുള്ളത് ഈ എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ മാറ്റേണ്ട പീരീഡ്സും അതേപോലെ അതിൻ്റെ ഒരു ചേഞ്ച് ചെയ്യേണ്ട കളറും കാര്യങ്ങളൊക്കെ വന്ന് നമുക്ക് എങ്ങനെ അറിയാം, വീട്ടിൽ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും എങ്ങനെയുള്ള സംഭവങ്ങളാണെന്ന് പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ ബോണറ്റ് തുറക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കിക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ കളറും കാര്യങ്ങളും കണ്ടാൽ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും ഇത് ചേഞ്ച് ചെയ്യാനായിട്ടുണ്ടോ എന്നൊക്കെ. ഇപ്പോൾ നമ്മളെ വണ്ടി റീസെൻ്റ്ലി ഒരു 10,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിന് മുന്നേ മാറ്റിയത് ഒരു വർഷത്തിന് മുന്നേ ആണെങ്കിൽ എന്തായാലും നിർബന്ധമായിട്ട് നിങ്ങൾ എഞ്ചിൻ ഓയിൽ മാറ്റുന്നതാണ്. അപ്പോൾ അതാണ് മാക്സിമം പീരീഡ് വരുന്നത്. ഇപ്പോൾ വണ്ടി നിർത്തിയിട്ട് ഒരു കൊല്ലം ഓടിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് മാറ്റേണ്ടതാണ്. ഇപ്പോൾ എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ പുതിയതാക്കി ഓടുകയാണെങ്കിൽ നമുക്ക് പെർഫോമൻസ് കൂടുതലും അതേപോലെ മൈലേജും കാര്യങ്ങളൊക്കെ ചെറിയ തോതിൽ കൂടാനും ചാൻസ് ഉണ്ട്. ബട്ട് മാറിയിട്ടില്ലെങ്കിൽ നല്ല പണി കിട്ടും. അപ്പോൾ ഓയിൽ ചേഞ്ച് ആക്കിയോ നോക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ഈ ഡിപ്സ്റ്റിക്ക് വലിക്കുക. അപ്പോൾ എഞ്ചിൻ ഓയിലിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയാണ് ഈ ഡിപ്സ്റ്റിക്ക് തുറക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആൾറെഡി കുറച്ച് ഓയിലും കാര്യങ്ങളൊക്കെ പെനഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ടിഷ്യൂ അല്ലെങ്കിൽ ഒരു കർച്ചീഫൊക്കെ എടുത്തിട്ട് തുടച്ച് കളയാം. ഇതിൻ്റെ മെഷർമെൻറ്റ് നോക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ എൻഡ് ഭാഗത്തായിട്ട് ആ ഒരു ടോപ്പിൽ എന്താ പറയുക 2 ഡോട്ട്സ് ഉണ്ട്. ഒന്ന് ഏറ്റവും അടിയത്തെ മിനിമം, അതിൻ്റെ മേലത്തെ മാക്സിമം. അപ്പോൾ ഏറെക്കുറെ എല്ലാവരുടെയും ആ മാക്സിമത്തിൻ്റെ കുറച്ച് തൊട്ട് താഴെയായിട്ടാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതിൻ്റെ മേലെ ഏറ്റവും മാക്സിമത്തിന് പുറത്ത് പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ എഞ്ചിൻ പ്രഷറും കാര്യങ്ങളൊക്കെ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയേക്കാം ഇതിൻ്റെ അളവ് എങ്ങനെ വരുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഒരു വട്ടം കൂടി അതേപോലെ വെച്ചിട്ട് ഒന്നും കൂടി കാണിച്ചു തരാം. 2 സെക്കൻഡ് വെച്ചിട്ട് ഡിപ്സ്റ്റിക്ക് മേലേക്ക് വലിക്കാൻ പാടുള്ളൂ. എന്നിട്ടത് ഫുള്ളായിട്ട് നമ്മൾ എന്താ പറയുക ക്ലിയർ ചെയ്യുക. അപ്പോൾ ഏകദേശം നമ്മൾ അളവ് ഇതാണ്ടോ, ആ റെഡ് ലൈന് കാണിച്ച അത്രയാണ്. ഇതിൻ്റെ കറക്റ്റാണ്, ഈ വണ്ടീൻ്റെ കറക്റ്റാണ്. ഇപ്പോൾ അത് എഞ്ചിൻ ഓയിലിൻ്റെ കളറും കാര്യങ്ങളൊക്കെ നമ്മളൊരു വൈറ്റ് ടിഷ്യൂലേക്ക് തുടക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കളർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇതേപോലെ ഒരു ഗോൾഡൻ കളർ ഷെയ്ഡ്, അതായത് നമ്മളെ നല്ലൊരു ഓയിലിൻ്റെ കളറാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുക. നല്ല എഞ്ചിൻ ഓയിൽ മാറ്റി പറ്റ കരിഞ്ഞ് പോയതാ ഒരു വണ്ടീനെ കാണിച്ചു തരാം. അതാ ഏകദേശം ഇത്ര ഡാർക്കായിരിക്കും. അപ്പോൾ ഈ ഒരു ലെവലൊക്കെ ആയിക്കഴിഞ്ഞാൽ എഞ്ചിൻ പണി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത്രയും ഡാർക്ക് ഇനി അരിഷ്ടത്തിൻ്റെ കളറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രക്കൊന്നും കറുപ്പിക്കാൻ പോകരുത്. ഇപ്പോൾ ഞാൻ കണ്ടില്ല, അത് വേറെ വണ്ടീനെ കാണിച്ചത് കേട്ടോ. അപ്പോൾ നമ്മളെ വണ്ടീൻ്റെ ഇപ്പോൾ ഈ സ്വിഫ്റ്റിൻ്റെ കാണിച്ചത് ഈ ഒരു കളറാണ്. അപ്പോൾ ഇത് നല്ല ഓയിലാട്ടോ, എഞ്ചിൻ ഓയിൽ നല്ലൊരു ഓയിലാണ്. അത്യാവശ്യം കളറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ട്. ഇനി ഡാർക്കർ നല്ല കരി ഓയിലായി കഴിഞ്ഞാലാണ് പണി കിട്ടാൻ ചാൻസ് കൂടുതലുള്ളത്. അപ്പോൾ നമ്മളെ വണ്ടിയുടെ എഞ്ചിൻ ഓയിലൊക്കെ കരിഞ്ഞിട്ട് കരി ഓയിലായിട്ടോ അല്ലെങ്കിൽ കത്തിപ്പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ല സീനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കർച്ചീഫിൽ ഏകദേശം ഈ ഒരു കളറൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, നല്ല എഞ്ചിൻ ഓയിൽ ഇപ്പോൾ മാറ്റിയിട്ടുള്ളൂ ഈ എഞ്ചിൻ ഓയിൽ. അപ്പോൾ കുഴപ്പമില്ല എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചെന്നില്ലേ വേറെ കാറുണ്ട് നല്ല കറുത്തിട്ട് എൻ്റെ കയ്യിൽ കാണിച്ചെന്നില്ലേ, ആ ഒരു ലെവലൊക്കെ ആയിക്കണമെങ്കിൽ നിങ്ങൾ മാക്സിമം മാറ്റാൻ നോക്കുക, ചേഞ്ച് ചെയ്യാൻ നോക്കുക. വെറുതെ വെച്ചുകൊണ്ടിരുന്നിട്ട് നമ്മളെ വണ്ടിക്ക് പണിയിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഏകദേശം 10,000 കിലോമീറ്റർ വരെയൊക്കെയാണ് മാക്സിമം പറയുന്നത്. അതിൻ്റെ മേലെ ഓടുന്നുള്ളവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് ചെറിയ റേറ്റും കാര്യത്തിൽ നമുക്ക് മാറാൻ പറ്റും. പക്ഷേ എഞ്ചിൻ പണിയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ വണ്ടി നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇത്രയും നല്ല പണിയും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് വന്നാൽ തന്നെ നല്ല മെക്കാനിക് ഇല്ലെങ്കിൽ പിന്നെ വണ്ടി നല്ല രീതിയിൽ ഓടാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ അത്രമാത്രം ഡിഫിക്കൽട്ട് സ്റ്റേജുകൾ നിങ്ങൾ വെക്കാണ്ടിരിക്കുക. എഞ്ചിനിലും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് പെർഫോമൻസും വണ്ടി ഓടിക്കാൻ തന്നെ വേറെ പ്രത്യേക സുഖമായിരിക്കും. അതായത് നമുക്ക് ഫസ്റ്റ് കണ്ടീഷനിലുള്ള ആ ലെവൽ തന്നെ എഞ്ചിനിലും കാര്യങ്ങളൊക്കെ കറക്റ്റ് പീരീഡിൽ മാറ്റുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ലെവലിൽ കൊണ്ടുനടക്കാൻ പറ്റും. അപ്പോൾ മൈലേജും കാര്യങ്ങളൊക്കെ ഷോർട്ടാണ്. അതേപോലെ തന്നെ നമ്മളെ വണ്ടി അത്ര സ്മൂത്തില്ല ലാഗിലാണൊക്കെ റണ്ണിങ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യാനായിട്ടുണ്ടാവും. അപ്പോൾ ഗൈസ്, എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നല്ല കണ്ടീഷനിൽ വണ്ടി ഓടുക. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല, ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതൊരു ബിഗിനേഴ്സിനുള്ള വീഡിയോസ് മാത്രം കേട്ടോ. അപ്പോൾ അറിയാവുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.